10ാം ക്ലാസ്സും +2 ആണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പറഞ്ഞ കാര്യം സത്യമാണ്. 10, +2 കഴിഞ്ഞ പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിതമായ കോഴ്സാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ പരിചയപ്പെടും ഡിപ്ലോമ ഇൻ പോളിമർ ടെക്നോളജി. ഡിപ്ലോമ കോഴ്സുകളുടെ കാലാവധി വെറും 3 വർഷം. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 3 വർഷവും +2 സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് 2 വർഷവുമാണ് പോളിമർ ടെക്നോളജി പഠിക്കാനുള്ള കാലാവധി. പോളിമർ ടെക്നോളജിയെ പറ്റി കൂടുതലായി സംസാരിക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് ഏറ്റവും പ്രയാസം കൂടാതെ പഠിക്കാവുന്നതും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുമുള്ള ഒരു 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഇതിന് നമ്മൾ കൂടുതലായും റബ്ബറിനെ പറ്റിയും പ്ലാസ്റ്റിക്കിനെ പറ്റിയും ഫൈബറിനെ പറ്റിയും പഠിക്കുന്നു. നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകൾ, പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് യൂസ് ചെയ്യുന്ന ഗ്ലൗസുകൾ, ഇവയൊക്കെ എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? അതുകൊണ്ട് തന്നെ ഒരു പോളിമർ ടെക്നോളജിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത റബ്ബർ, പ്ലാസ്റ്റിക്, ലാറ്റക്സ്, ഫൈബർ എന്നിവയുടെ നിർമ്മാണ മേഖലകളിലാണ്. നിങ്ങൾ പഠിച്ച കോഴ്സിൽ തന്നെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്നോ ഒരു എന്റർപ്രണർ ആവണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല എങ്കിൽ വരൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോളിമർ ടെക്നോളജി നിങ്ങൾക്ക് ഒരു അവസരം നൽകും. എൻ്റെ പേര് ടിജോ ചാക്കോ. ഞാൻ പോളിമർ വിഭാഗം ഇൻസ്ട്രക്ടറും R&D വിഭാഗം ഇൻചാർജുമാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഭാഗമായി നമ്മുടെ ക്യാമ്പസിൽ ഇൻഡസ്ട്രി ഉണ്ട്. അതാണ് ബെർലി പോളിമേഴ്സ്. മെയിനായി ഡെന്റൽ ഡ്രാം, യൂറിനൽ കട്ടർ, ഗ്ലൗസ്, ബലൂൺസ്, റബ്ബർ ബാൻഡ്സ്, ഡിപ്ഡ് വുഡ്സും ലാറ്റക്സ് ബേസ്ഡായ വുഡ്സ് ആണ് മെയിനായിട്ട് ഇവിടെ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മംഗളം പോളിടെക്നിക് കോളേജിൽ നിന്നും പോളിമർ ടെക്നോളജി പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇന്ന് ഉയർന്ന ശമ്പളത്തോടെ വിവിധങ്ങളായ പോളിമർ മേഖലകളിൽ ജോലി ചെയ്തു വരുന്നു. ഇനി ജോലിയല്ല ഉപരിപഠനമാണ് ലക്ഷ്യമെങ്കിൽ പോളിമർ ടെക്നോളജിയുടെ B.Tech and M.Tech കോഴ്സസും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണവും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും നടത്തുന്ന ഒരു മേഖലയാണ് പോളിമർ ടെക്നോളജി. കണ്ടും അറിഞ്ഞും പ്രാക്ടിക്കലൂടെയാണ് നാം പോളിമർ ടെക്നോളജിയെ പരിചയപ്പെടുന്നത്. എന്റെ പേര് ശ്രുതി വർഗീസ്. ഞാൻ പോളിമർ ടെക്നോളജിയാണ് പഠിച്ചത്. ഇപ്പോൾ മംഗളം പോളിടെക്നിക് കോളേജിൽ ഞാൻ ലെക്ചർ പോസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് മുന്നേ എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു 10ഓ +2ഓ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടണം എന്നുള്ള താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിമർ ടെക്നോളജി കോഴ്സിൽ ചേരാവുന്നതാണ്. പോളിമർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഭീകരമായ കാര്യം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള റബ്ബർ പാലിൽ നിന്ന്, റബ്ബറിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്ട്സുകളൊക്കെ പഠിച്ച് നമുക്ക് ജോലികൾ നേടാവുന്നതാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല മേഖലകളിൽ നമുക്ക് ജോലി ചെയ്യാനായത് പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ, കോസ്മെറ്റിക്, അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രാക്ടിക്കലിലൂടെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാബുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇൻഡസ്ട്രി ബേസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ ടെസ്റ്റുകളും നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ലെനി മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഓഫ് മംഗളം പോളിടെക്നിക് കോളേജ് അക്കാഡമിക്സ്. I have 32 years of academic experience. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്ലോമ സ്റ്റുഡൻസിന് 100% പ്ലേസ്മെന്റ് എനിക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. Basically, I am a polymer technologist and I am proud of this post and polymer technology department in Mangalam Polytechnic.